പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയുടെ മകൻ മുസ്തഫ ഖമനേയെ തിരഞ്ഞെടുത്തു. 88 അംഗ പുരോഹിത സഭയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തത്. ഇതോടെ ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം പുതിയ സ്ഥാനത്തിലൂടെ മുസ്തഫ ഖമനേയ്ക്ക് ലഭിച്ചു. ഇറാൻ വിപ്ലവ ഗാർഡുമായി അടുത്ത ബന്ധമാണ് മുസ്തഫയ്ക്ക് ഉള്ളത്. 59-കാരനായ മുസ്തഫ ഖമനേയുടെ രണ്ടാമത്തെ മകനാണ്. ഇറാൻ ഭരണകൂടത്തിലെ അകത്തളങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് മുസ്തഫ. ഭരണകൂടത്തിലെ പിൻഗാമികളെ വാർത്തെടുക്കുന്ന അലവി ഹൈസ്കൂളിലാണ് മുസ്തഫ പഠനം പൂർത്തിയാക്കിയത്. മതപണ്ഡിതരുടെ കീഴിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും അയത്തുള്ള പദവി ലഭിച്ചില്ല. സൈനിക പശ്ചാത്തലവും മുസ്തഫയ്ക്കുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഹബീബ ബറ്റാലിയനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങളിലെ ഉന്നതരുമായി അടുത്ത ബന്ധമാണ് മുസ്തഫയ്ക്കുള്ളത്. ഖമനേയി ഭരണകൂടത്തെ നിയന്ത്രിച്ചിരുന്നത് മുസ്തഫ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള ഒരാളാണ് പരമോന്നത നേതാവാകേണ്ടതെന്ന് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ഇടപെടൽ വേണ്ടെന്നായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത പരമോന്നത നേതാവ് ആരായിരിക്കുമെന്ന ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് അയത്തുള്ള അലി ഖമനേയുടെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖമനേയെ തിരഞ്ഞെടുക്കും എന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമനേയുടെ മകൻ മുസ്തഫ ഖമനേയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 88 അംഗ പുരോഹിത സഭയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതോടെ ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം പുതിയ സ്ഥാനത്തിലൂടെ മുസ്തഫ ഖമനേയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇറാന്റെ വിപ്ലവ ഗാർഡുമായി അടുത്ത ബന്ധമാണ് 59-കാരനായ മുസ്തഫ ഖമനേയ്ക്കുള്ളത്. അയത്തുള്ള അലി ഖമനേയുടെ രണ്ടാമത്തെ മകനാണ് മുസ്തഫ ഖമനേയി. ഇറാൻ ഭരണകൂടത്തിലെ അകത്തളങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് മുസ്തഫ. ഭരണകൂടത്തിലെ പിൻഗാമികളെ വാർത്തെടുക്കുന്ന അലവി ഹൈസ്കൂളിലാണ് മുസ്തഫ പഠനം പൂർത്തിയാക്കിയത്. എന്നാൽ മതപണ്ഡിതരുടെ കീഴിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും ആയത്തുള്ള പദവി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. സൈനിക പശ്ചാത്തലവും മുസ്തഫയ്ക്കുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഹബീബ ബറ്റാലിയനിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അംഗീകരിക്കില്ല എന്നതാണ് പ്രസിഡന്റ് ട്രംപ് അറിയിക്കുന്നത്. അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള ഒരാളാണ് പരമോന്നത നേതാവാകേണ്ടതെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ വേണ്ട എന്നതായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി.